ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. J curve indicates that option A, trade surplus will initially worsen after currency depreciation. Trade deficit will initially worsen after currency depreciation. Trade deficit will initially worsen after currency appreciation. Trade surplus will initially worsen after currency appreciation. അപ്പൊ കാണുമ്പെല്ലാം ഒരുപോലെ ഉണ്ടല്ലേ? പക്ഷെ ഓർക്കുക, ഇവിടെ ട്രേഡ് സർപ്ലസ് ആണ്, ട്രേഡ് ഡെഫിസിറ്റ് ആണ്, രണ്ടും ഡിപ്രിസിയേഷന്റെ കേസാണ്. ട്രേഡ് ഡെഫിസിറ്റും ട്രേഡ് സർപ്ലസും ആണ് രണ്ട് അപ്രിസിയേഷന്റെ കേസാണ്. എന്താണ് ജെ കർവ്? The J curve is an economic theory that says trade deficit will initially worsen after currency depreciation. Currency depreciation ഉണ്ട്, currency devaluation ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറലി എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ട്രേഡ് ഡെഫിസിറ്റ് ആദ്യം ഒന്ന് വേഴ്സൺ സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളതാണ് ജെ കർവ് ജനറലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നോമിനൽ ട്രേഡ് ഡെഫിസിറ്റിന്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ നോമിനൽ ട്രേഡ് ഡെഫിസിറ്റ് ആദ്യം ഇൻക്രീസ് ആകും. എന്തുകൊണ്ടാ ഇൻക്രീസ് ആവുന്നത്? കാരണം എക്സ്പോർട്സ് കൂടുന്നു. നമ്മളെ ക്വാണ്ടിറ്റീസ് ഒന്ന് ഇനീഷ്യലി അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷനും നമ്മുടെ ബൾക്ക് കമ്മോഡിറ്റീസും ഒന്ന് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നോമിനൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കൂടും. കാരണം എക്സ്പോർട്ടിന്റെ പ്രൈസ് വർദ്ധിക്കുന്നു. അപ്പൊ എക്സ്പോർട്ട്, നമ്മളൊരു കാര്യം കയറ്റുമതി ചെയ്യുമ്പോൾ ആ കയറ്റുമതി ചെയ്യുന്ന കോമ്പോണന്റിന്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്യില്ല അല്ലെ? എപ്പോഴും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ലക്ഷ്യം എന്താ? ഏറ്റവും കുറഞ്ഞ വിലയിൽ കമോഡിറ്റീസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പം ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ സാധനങ്ങൾ കയറ്റുമതിയുടെ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എക്സ്പോർട്ട്സ് ചെയ്യുന്ന കമോഡിറ്റിന്റെ വിലയിൽ വർധനവ് വരുന്നു. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. Then as quantities adjust, there is an increase in imports as exports remain static. പിന്നീട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ക്വാണ്ടിറ്റീസ്, നമ്മളെ കയറ്റുമതി ചെയ്യുന്ന കമോഡിറ്റിയില് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഇത്രയുമാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റാറ്റിക് നേച്ചർ അച്ചീവ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട്സ് വർദ്ധിക്കുകയും ട്രേഡ് ഡെഫിസിറ്റ് ഇല്ലാതാവുകയും അല്ലെങ്കിൽ അത് കുറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പാറ്റേണിനെയാണ് ജെ ഷേപ്പ് അല്ലെങ്കിൽ ജെ കർവ് എന്നുള്ളത് കൊണ്ട് ബേസിക്കലി പറയുന്നത്. ഇത് ട്രേഡ് ഡെഫിസിറ്റിന്റെ മാത്രമല്ല, പ്രൈവറ്റ് ഇക്വിറ്റി, മെഡിക്കൽ ഫീൽഡ്, പൊളിറ്റിക്സ് മുതലായിട്ടുള്ള എല്ലാ ഫീൽഡുകളിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ജെ കർവ് തിയറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓർത്തെ, ജെ കർവ് ദാ ഇങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലേ, ഇതിന് ആദ്യം ഒരു ഡൗൺവേർഡ് ടെൻഡൻസി ആണ്, പിന്നീട് എന്താണ് കാണിക്കുന്നത്? ഇൻക്രീസിങ് ടെൻഡൻസി. ഇവിടെ ജെ കർവ് എന്ന് പറയുന്നത് ബേസിക്കലി ആദ്യം നമ്മുടെ കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വർസൻഡ് ആകുന്നു അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ചെയ്യുന്നു. കാരണം നമ്മുടെ എക്സ്പോർട്ട് പ്രൈസ് വർദ്ധിക്കുന്നു. എക്സ്പോർട്ട് പ്രൈസ് വർദ്ധിച്ച് ക്വാണ്ടിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനീഷ്യലി. ആൻഡ് ടുവാർഡ്സ് ദി എൻഡ് നമ്മൾ ഈ കയറ്റുമതി ചെയ്യുന്ന കമോഡിറ്റീസില് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോ നമ്മളുടെ എക്കോണമി ഒന്ന് സ്റ്റേബിൾ ആകുന്നു. മാത്രമല്ല നമുക്ക് എന്തും സാധിക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആദ്യം എന്ത് സംഭവിക്കും എന്നാ പറയുന്നത്? എന്താണ്? ട്രേഡ് ഡെഫിസിറ്റ് will initially worsen after currency depreciation. Trade deficit initially ഒരു worsened situationലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ?
യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Marshall Lerner condition is satisfied if the absolute sum of a country's export and import demand elasticity is equal than 1, equal than 0, greater than 1, between 0 and 1. മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. അവിടെ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസിനനുസരിച്ചിട്ട് ഒരു രാജ്യത്തിന്റെ ട്രേഡ് ബാലൻസിൽ വരുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് നമുക്കറിയാം, ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഇസ് എക്സ്ചേഞ്ച് ഫോർ അനദർ, അല്ലെ? അപ്പോ അതിൽ വരുന്ന ആ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ട്രേഡ് ബാലൻസിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളതാണ് ജനറലി എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മാർഷൽ ലേണർ കണ്ടീഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ശരിക്കും ആൽഫ്രഡ് മാർഷൽ ആൻഡ് ആബ ലേണറിന്റെ നെയിമിന് ശേഷം അല്ലെങ്കിൽ അവരിൽ നിന്നുമാണ് ബേസിക്കലി മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്ഡ് ആയത്. മാർഷൽ ലേണർ കണ്ടീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് for a currency devaluation or depreciation to improve a country's trade balance, sum of price elasticity of demand for export and import must be greater than 1. ഒരു രാജ്യത്തിന് പുരോഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഡിവാലുവേഷനോ ഡിപ്രിസിയേഷനോ എന്തുമായിക്കൊള്ളട്ടെ നടക്കുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതായത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ആ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യണം. അപ്പോഴേ ട്രേഡിംഗ് റിലേഷൻ ഉണ്ടാവുള്ളൂ, അല്ലെ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ? പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെ ഡിമാൻഡിനെ ബാധിക്കുന്നു എന്നുള്ളതാ, അല്ലെ? പ്രൈസ് വർദ്ധിച്ചാൽ ഡിമാൻഡ് കുറയും. എന്നാൽ സെറ്ററസ് പാരബസ് ഉണ്ട്, ചില സിറ്റുവേഷനിൽ പ്രൈസ് കൂടുന്നതാ നല്ലത്. അതായത് ഈ ലക്ഷൂറിയസ് കമോഡിറ്റീസിന്റെ കേസില് പ്രൈസ് വർദ്ധിച്ചാൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതാ നല്ലത്. അപ്പൊ ഓരോ കമോഡിറ്റിന്റെയും നേച്ചർ അനുസരിച്ച് എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ വരും. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താ മെഷർ ചെയ്യുന്നത്? പ്രൈസിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഡിമാൻഡിൽ എങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ജനറലി പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റത്തിനേക്കാളും കൂടുതലായിരിക്കണം എന്തില്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ടിലും ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ടിലും വരുന്ന മാറ്റം. അതായത് എക്സ്ചേഞ്ച് റേറ്റില് ഒരു പ്രപ്പോർഷണൽ ചേഞ്ച് അല്ല. എക്സ്ചേഞ്ച് റേറ്റിൽ 1% മാറ്റം വന്നാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ടില് 1% അല്ല വരേണ്ടത്, ഗ്രേറ്റർ വരണം. കൂടുതലായി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും വേണം. അല്ല, അതായത് ട്രേഡ് റിലേഷൻ ഇവരുടെ വാല്യൂ കൂട്ടിയാൽ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. അതായത് കൂടുതൽ കമോഡിറ്റീസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും ഇമ്പോർട്ട് ചെയ്യുകയും വേണം. ഒരു കറൻസി ഡിവാലുവേഷൻ ഈ കേസിൽ അവർ പറയുന്നത് ട്രേഡ് ബാലൻസ് കൂട്ടുന്നാ പറയുന്നത്. കറൻസി ഡിവാല്യൂ ചെയ്താൽ കൂടുതൽ കമോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയും. കാരണം അത്രയും പ്രൈസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയും. നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ കയറ്റുമതി കൂടും. കാരണം എന്താ വെച്ചാൽ നമ്മളെ കമോഡിറ്റിക്ക് വില കുറഞ്ഞു. അപ്പൊ ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. അപ്പൊ എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. എന്നാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 ആണെങ്കിലോ ട്രേഡ് ബാലൻസ് വെർസൺ ആയി, അല്ലെ? മാത്രല്ല നമുക്ക് അവിടെ ഒരു ഡെവലപ്മെന്റും ഇല്ല. അപ്പം ആബാപി ലേണറും മാർഷലും പറയുന്നത് എന്താ? എക്സ്ചേഞ്ച് റേറ്റിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഓവറോൾ എക്കണോമിക് പർപ്പസിന് അല്ലെങ്കിൽ പെർഫോമൻസില് എക്സ്ചേഞ്ച് റേറ്റിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജനറലി അവിടെ പറയുന്നത്. അപ്പൊ പലപ്പോഴും ഇത് പോളിസി അനാലിസിസിനും പോളിസി ഡിസിഷൻ മേക്കിംഗ് പലതരത്തിലുള്ള എക്കണോമിക് പോളിസികള് രൂപീകരിക്കാനൊക്കെ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പം ബേസിക്കലി പറയുന്നത് എന്താ? ഇതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ദാ ഇങ്ങനെയാണ് വരുന്നത്.
ഇനി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എങ്ങനെയാ? ദാ ഇങ്ങനത്തെ നമ്മൾ ജെ കർവുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഇതിനെയും ബേസിക്കലി പറയുന്നത്. കണ്ടോ? ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാ ഇംപ്രൂവ്മെന്റ് വരുന്നത് അല്ലെ? ലെസ് ദാൻ 1 ആകുമ്പോ നമ്മുടെ എക്കോണമിയിൽ എന്താ? ഡെഫിസിറ്റ്. എന്താ അവിടുത്തെ ആൻസർ? ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ? എപ്പോഴും ട്രേഡ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇംപ്രൂവ്ഡ് സിറ്റുവേഷൻ വേണം. അതിന്റെ കോൺസെപ്റ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ എവ്രിവൺ. താങ്ക് യു.